ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം അത് ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു മത്സരമാണ്. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ഫൈനലായിക്കൊണ്ട് ഒരുപക്ഷെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു ത്രില്ലർ സിനിമ കണ്ട പോലെയുള്ള അനുഭവമായിരുന്നു, അതിനേക്കാൾ വലിയ ഒരു അനുഭവമായിരുന്നു ആ ഫൈനൽ മത്സരത്തിലൂടെ നമുക്ക് ലഭിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. ഏതായാലും വേൾഡ് കപ്പ് ഇങ്ങെടുത്തു. ഫ്രാൻസും അർജന്റീനയും പരസ്പരം ഏറ്റുമുട്ടാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഫൈനലിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അർജന്റീനയോട് പ്രതികാരം തീർക്കുമോ? ഇതാണ് ഫ്രഞ്ച് പരിശീലകനായ ദിദിയർ ദശാംസിനോട് ചോദിച്ചിരുന്നത്. എന്നാൽ ഫുട്ബോളിൽ പ്രതികാരത്തിന് സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരം അത് അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ കോമ്പറ്റീഷനാണ്, അല്ലാതെ അർജന്റീനയോട് പ്രതികാരമില്ല എന്നാണ് ഫ്രഞ്ച് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോളിൽ പ്രതികാരത്തിന് സ്ഥാനമില്ല. അർജന്റീന അന്ന് വിജയിച്ചുകൊണ്ട് കിരീടം നേടി. അതിൽ ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി വരുന്നത് ഒരു പുതിയ കോമ്പറ്റീഷനാണ്. അതിന് പഴയതുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഞങ്ങൾ പരമാവധി ദൂരം സഞ്ചരിക്കാൻ ശ്രമിക്കും. തീർച്ചയായും കിരീടത്തിന് ഫൈറ്റ് ചെയ്യുന്ന ടീമുകളിൽ ഒന്ന് ഞങ്ങൾ തന്നെയാണ്. പക്ഷേ വേൾഡ് കപ്പ് നേടാൻ കഴിയുന്ന 6-7 ടീമുകൾ അവിടെയുണ്ട്. പക്ഷേ ഒരു ടീമിന് മാത്രമാണ് കിരീടം ലഭിക്കുക. ഏറ്റവും മികച്ചവർക്കാണ് അത് ലഭിക്കുക. അത് ഞങ്ങളാവാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇതാണ് ദിദിയർ ദശാംസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ യൂറോ കപ്പിലൊന്നും പ്രതീക്ഷിച്ച പോലെ മുന്നോട്ട് പോവാൻ ഫ്രാൻസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും ശക്തമായ ഒരു ടീം അവർക്കുണ്ട്. ഫിഫ റാങ്കിങ്ങിൽ മുന്നിലാണ് അവരിപ്പോൾ ഉള്ളത്. കിലിയൻ എംബപ്പെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ അവർക്കുണ്ട്. കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അത് ഫ്രാൻസ് തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.